ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MitsQHUBന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം 6ഓളം ദിവസമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഈ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവരെയും അറിയിക്കാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. MitsQHUB എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേജ് ലഭിക്കുന്നതായിരിക്കും. മറ്റൊന്നുമല്ല, എക്സാമിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത്. ആദ്യം തന്നെ എല്ലാവരും വലിയൊരു സോറി പറയുകയാണ്. MitsQHUBന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചില രസകരമായ ഗിന്നസ് റെക്കോർഡുകളെ പറ്റിയാണ്. ഗിന്നസ് റെക്കോർഡുകളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിൽ വന്നത് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ട് എന്നായിരിക്കും. എന്നാൽ ഈ ചാനലിൽ ഇടുന്ന ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡുകളെല്ലാം തന്നെ വരും കാലങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരിലായേക്കാം. കാരണം വീട്ടിലിരുന്നു കൊണ്ട് മറികടക്കുവാൻ സാധിക്കുന്ന ചില ഗിന്നസ് വേൾഡ് റെക്കോർഡുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് സംസാരിക്കാൻ പോകുന്നത് ടെന്നീസ് ബോൾസ് റെക്കോർഡിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഒരു കൈ എത്ര ടെന്നീസ് ബോളുകൾ ബാലൻസ് ചെയ്യുവാൻ സാധിക്കും? ഒരുപക്ഷെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് ഇല്ല എങ്കിൽ ആ ഒരു കഴിവിനെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക. കാരണം വരാൻ പോകുന്ന ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഉടമ നിങ്ങളായേക്കാം. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കഴിവ് വികസിപ്പിച്ചെടുത്താൽ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള രാജസ്ഥാനിലുള്ള വിഘ്നേഷ് ചൗധരിയുടെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നിങ്ങൾക്ക് തകർക്കുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ ഒരു കൈയിൽ ഏകദേശം 27 ടെന്നീസ് ബോളുകൾ ബാലൻസ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് TV കാണാൻ ഇഷ്ടമാണോ? ഒരു ദിവസം ഏകദേശം എത്ര സമയം നിങ്ങൾ ഒരു TVയുടെ മുൻപിലുണ്ടാകും? അത്തരത്തിലുള്ള ഒരു റെക്കോർഡ് സ്വന്തമാക്കുവാൻ ചിലപ്പോൾ നിങ്ങൾക്കും സാധിച്ചേക്കാം. നമ്മൾ രണ്ടാമതായിട്ട് സംസാരിക്കാൻ പോകുന്നത് TV മാരത്തോൺ റെക്കോർഡിനെ പറ്റിയാണ്. ഇനി അതെന്തെന്നല്ലേ, ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സമയം TVയുടെ മുൻപിൽ ഇരിക്കുവാൻ സാധിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ റെക്കോർഡ് നമുക്കും സ്വന്തമാക്കാം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു TV മാരത്തൺ റെക്കോർഡ് ഇപ്പോഴുള്ളത് ഏകദേശം 87 മണിക്കൂർ TVയുടെ മുൻപിൽ ഒരേ സമയം ഇരുന്ന ഒരാളുടെ പേരിലാണ്. അതായത് ഏകദേശം 3.5 ദിവസം ആ ഒരു TVയിൽ നിന്ന് കണ്ണുപോലും എടുക്കാതെ അദ്ദേഹം ആ ഒരു മാരത്തോൺ റെക്കോർഡ് സ്വന്തമാക്കി. നിങ്ങൾക്കും ഇതിനേക്കാൾ കൂടുതൽ സമയം ആ ഒരു TVയുടെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിക്കും. അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു നല്ല റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിക്കും എന്നത് തന്നെയാണ്. നമ്മളിൽ ഒരാളെങ്കിലും മൈക്കിൾ ജാക്സന്റെ ഏറ്റവും പ്രശസ്തമായ മൂൺ വാക്ക് സ്റ്റെപ്പ് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം പഠിക്കുവാൻ ഏറെ പ്രയാസമുള്ളതും എന്നാൽ കാണുവാൻ നല്ല ഭംഗിയുമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റെപ്പാണത്. നമ്മൾ ലിസ്റ്റിലെ മൂന്നാമതായിട്ട് സംസാരിക്കാൻ പോകുന്നത് മൂൺ വാക്ക് റെക്കോർഡിനെ പറ്റിയാണ്. 1 മണിക്കൂർ ഏറ്റവും കൂടുതൽ ദൂരം മൂൺ വാക്ക് നടത്തിക്കൊണ്ട ക്രൊയേഷ്യക്കാരനായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആ 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 3.54 മൈൽ ദൂരമാണ് സഞ്ചരിച്ചത്. അതായത് 5.7 കിലോമീറ്റർ ദൂരം അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി. 𝚗𝚎𝚑𝚒𝚗𝚗 ഈ ഒരു റെക്കോർഡ് ഇട്ട സമയത്ത് ആളുകൾ അദ്ദേഹത്തെ നോക്കിക്കണ്ടത് വലിയ ഒരു പ്രത്യേക ഭാവത്തോടു കൂടിയാണ്. കാരണം 1 മണിക്കൂർ കൊണ്ട് ഇത്ര പാടുള്ളൊരു സ്റ്റെപ്പ് ഏകദേശം 5 കിലോമീറ്ററിലധികം കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയല്ലേ. പക്ഷേ പിന്നീടുള്ള പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പ രീതിയിൽ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കാം എന്ന് തന്നെയാണ്. നല്ലൊരു റൂമും നല്ലൊരു ട്രെയിനർ മാസ്റ്ററും നമുക്ക് ഉണ്ട് എങ്കിൽ പിൽക്കാലത്ത് ഈ ഒരു റെക്കോർഡ് ചിലപ്പോൾ നമ്മുടെ പേരിൽ ആയേക്കാം. എന്നാൽ ഇന്ന് വരെ ഇത്തരത്തിലുള്ള റെക്കോർഡിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല എന്നതാണ് നാം അറിയേണ്ട ഒരു വസ്തുത. നമ്മൾ നാലാമതായിട്ട് സംസാരിക്കാൻ പോകുന്നത് 𝚃𝚑𝚒𝚗𝚒 റെക്കോർഡിനെ പറ്റിയാണ്. അടുക്കളയിലിരിക്കുന്ന ചെറിയ പയറുമണികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ പയറുമണികൾ ഒരു മേശപ്പുറത്ത് വെച്ച് ശക്തിയായി ഊതാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ നന്നായി ഊതാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ വരും കാലങ്ങളിൽ ഒരു വേൾഡ് റെക്കോർഡ് നിങ്ങളുടെ പേരിലായേക്കാം. അതാണ് 𝚃𝚑𝚒𝚗𝚑 വേൾഡ് റെക്കോർഡ്. ഇന്നത്തെ ഗിന്നസ് റെക്കോർഡ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള 𝚃𝚑𝚒𝚗𝚑 റെക്കോർഡുള്ളത് US-കാരനായിട്ടുള്ള ഡേവിഡ് റഷിൻ്റെ പേരിലാണ്. 2018 അദ്ദേഹം ഏകദേശം 41 അടി ദൂരത്തേക്കാണ് ആ ഒരു പയറുമണിയെ ഊതി ഇട്ടത്.
അപ്പോൾ നല്ലൊരു ദൂരം സഞ്ചരിക്കുവാൻ ആ പൈറിമണികൾക്ക് സാധിക്കുകയും ചെയ്തു. പിന്നീട് അത്തരത്തിലുള്ള ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമായി. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റെക്കോർഡ് തകർക്കുവാനായി ഇതുവരെ അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡ്രിങ്കിങ് വാട്ടർ വേൾഡ് റെക്കോർഡിനെ പറ്റിയാണ്. ഓണ സമയങ്ങളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയുള്ള പല ക്ലബ്ബുകളുടെയും ഒരു ഏറ്റവും വലിയ മത്സരം എന്ന് പറയുന്നത് വെള്ളം കുടി മത്സരമായിരിക്കും. ഏറ്റവും കൂടുതൽ ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആൾ അവിടെ വിജയിയാവുകയും ചെയ്യും. ചിലപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സാമ്യമായിരിക്കും ഈ വേൾഡ് റെക്കോർഡിനുമുള്ളത്. എന്നാൽ അവിടെ ഗ്ലാസിൻ്റെ എണ്ണമാണ് എങ്കിൽ ഇവിടെ സമയത്തിൻ്റെ എണ്ണമാണ്. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കുവാൻ എത്ര സമയം വേണം? അതുപോട്ടെ, 1/2 ലിറ്റർ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? 500 ml വെള്ളം കുടിച്ചതിനുള്ള നിലവിലുള്ള വേൾഡ് റെക്കോർഡുള്ളത് 1.73 സെക്കൻഡിനാണ്. 2014 ലണ്ടനിൽ വച്ചിട്ടായിരുന്നു ഒരാൾ ഇത്തരത്തിലുള്ള റെക്കോർഡ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് വെള്ളം കുടിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ വളരെ വേഗതയിൽ വെള്ളം കുടിക്കാൻ സാധിക്കുമെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു വേൾഡ് റെക്കോർഡ് ചിലപ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ വേൾഡ് റെക്കോർഡുകളൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ സാധ്യതയില്ല. മുട്ട പൊട്ടിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെയാണ് ആ മുട്ട പൊരിച്ചു തിന്നുവാനും, അല്ലേ? നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറയാൻ പോകുന്നത് എഗ് ക്രാക്കിംഗ് വേൾഡ് റെക്കോർഡിനെ പറ്റിയാണ്. ഇത്തരത്തിൽ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്കൊരു അബദ്ധം പറ്റാറുണ്ട്. വെള്ളക്കരുവിൻ്റെ കൂടെ മുട്ടത്തോടിൻ്റെ ചില പാർട്സ് അതിൽ വീണ് കിടക്കും. എന്നാൽ അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുട്ട പൊട്ടിക്കാൻ സാധിക്കുമെങ്കിൽ 2011 US-കാരനായിട്ടുള്ള 𝚱𝚎𝚑𝚒𝚗𝚗𝚑 ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നിങ്ങൾക്ക് മറികടക്കാം. അദ്ദേഹം തൻ്റെ ഒറ്റ കൈകൊണ്ട് ഒറ്റ മിനിറ്റിൽ ഏകദേശം 37ഓളം മുട്ട പൊട്ടിച്ചുകൊണ്ടാണ് ആ ഒരു റെക്കോർഡ് ഇട്ടിട്ടുള്ളത്. ഈ മുട്ടകളെല്ലാം നോക്കുന്ന സമയത്ത് അതിൽ ഒന്നിലും തന്നെ ഇത്തരത്തിലുള്ള മുട്ടത്തോടിൻ്റെ ഒരു തരി അംശം പോലും ഇല്ലായിരുന്നു. സോ അത് ഏറ്റവും വലിയ വേൾഡ് റെക്കോർഡായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് ആ ഒരു റെക്കോർഡിനെ പറ്റി ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ മുട്ട പൊട്ടിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ വരും കാലങ്ങളിൽ ഒരു ഗിന്നസ് റെക്കോർഡ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായേക്കാം. നമ്മൾ ഇപ്പറഞ്ഞ 6 വ്യത്യസ്തമായിട്ടുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയേണ്ട ഏത് സബ്ജക്റ്റിനെ പറ്റിയും നിങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്നൊരു ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.